നെല്ല് സംഭരണത്തിന് വേണ്ടിയുള്ള സഹായം ചോദിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ്. ഇന്ത്യയിലെ കൃഷിക്കാരുടെ ആവശ്യമാണ്. ഇന്ത്യയിലെ, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയെ തീറ്റിപ്പെടുത്തുന്ന കൃഷിക്കാരുടെ അവകാശമാണ് യഥാവിധി കൃത്യമായ സമയത്ത് നെല്ല് സംഭരണം നടക്കുക എന്നുള്ളത്. കേരളത്തിലെ നെൽകൃഷിക്കാർക്ക് കാത്തിരിക്കാൻ തോന്നിയിരുന്നു അതുമായി ബന്ധപ്പെട്ട വാഗ്ദാനം ഉണ്ടാകുമെന്ന്. ഒന്നുമേയില്ല. നെല്ല് സംഭരിക്കാൻ യഥാസമയത്ത് അതിന് പണമെത്തണം, മില്ലുകൾ വേണം, അവിടെ അരിയാകുന്ന അരി സംഭരിക്കപ്പെടണം, ഇതെല്ലാം വേഗത്തിൽ വേണം, അതിന് പണം വേണം. അതുകൊണ്ടാണ് കേരള സർക്കാർ യഥാസമയത്ത് കേന്ദ്രത്തോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. മറുപടി പരിഗണിക്കാമെന്നായിരുന്നു. പക്ഷെ ആ പരിഗണന കടലാസിൽ പോലും കണ്ടില്ല. കേരളത്തെ അക്കാര്യത്തിലും BJP ഗവൺമെൻറ് വഞ്ചിച്ചിരിക്കുകയാണ്. കാരണം രാഷ്ട്രീയമായിട്ട് BJPക്ക് വെറുപ്പാണ് കേരളത്തെ. ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തെ അവർക്ക് ഭയമാണ്. ഈ ഭയവും വെറുപ്പും കൂടി ചേർന്ന് കാലാകാലങ്ങളായിട്ട് കേരളം നേരിടുന്ന വിഭജനത്തിൻ്റെ ഒരു പുതിയ മുഖമാണ് ഈ ബജറ്റ്. ബജറ്റ് രാഷ്ട്രീയ അന്ധതയുടെ ബജറ്റാണ്. ബജറ്റ് വിഭജനത്തിൻ്റെ മാനിഫെസ്റ്റോയാണ്. അതുകൊണ്ട് ഈ ബജറ്റ് കേരള വിരുദ്ധമാണ്, രാജ്യവിരുദ്ധമാണ്, ജനവിരുദ്ധമാണ് എന്ന് പറയാൻ ഞാൻ പഠിക്കുന്നില്ല. ഇത് യുവശക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് യുവാക്കളെ വഞ്ചിക്കുന്ന ഒന്നാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു.